ഇത് നമ്മൾ വെറുതെ കളയണ ഇരുമ്പമ്പുളിയാണ്. ഇത് കഴുകി ഒരുക്കി വെച്ചേക്കണതാണ് ഞാനിത്. വെറുതെ കളയുകയാണ്. ആ മരത്തേ കൊണ്ടായി നിറഞ്ഞ് താഴ്ചാടി പോവല്ലേ. ഇതുകൊണ്ട് നമുക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കാനായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇന്നത്തൊരു 30 എണ്ണമൊക്കെ മതി. ഇത് ഒരു 4 കണ്ടിച്ച് മുറിച്ചെടുക്കാം. ഇത് 4 ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 മുറിച്ചാൽ മതി കേട്ടോ. ഞാനിത് ഇച്ചിരി ഒരുമാതിരി മുഴുത്തതായതുകൊണ്ടല്ല 4 മുറിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി അടുത്തതായിട്ട് വേണ്ടത് പാത്രം അങ്ങ് ചൂടാക്കാൻ വെച്ചേക്കാം. 1 സ്പൂൺ ഉലുവ. ഇത് മുഴുവൻ അതിന് വേണ്ട കേട്ടോ. ഞാൻ പാത്രം താഴ്ചടിയത ഒന്നിച്ച് പൊടിച്ച് വെച്ചേക്കുവാണെങ്കിൽ 1 സ്പൂൺ ജീരകം. ഇച്ചിരി ഇട്ട് പൊടിച്ചെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടാണ് ഓരോ സ്പൂൺ വീതം എടുക്കുന്നത്. 1 സ്പൂൺ കടുക്, ഇത് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാം. ഫ്രൈ ആയെന്ന് അറിയണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കടുകും ഈ ഉലുവയൊക്കെ ഇങ്ങനെ പൊട്ടി കഴിയുമ്പോൾ ജീരകവും പൊട്ടി കഴിയുമ്പോഴത്തേനും വാങ്ങിയാൽ മതി കേട്ടോ. ജീരകമൊക്കെ വറക്കുമ്പോൾ ഒരു നല്ലൊരു മണം വരും. ഇതായിട്ടുണ്ട്. നമുക്ക് വാങ്ങി വയ്ക്കാം. എൻ്റെ പൊട്ടൽ നിന്നില്ലേ, അന്നേരമാണ് അതിൻ്റെ പാകം. വാങ്ങി വയ്ക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ശർക്കര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഇടാം കേട്ടോ. പക്ഷേ ഒരു മുഴുത്ത ഉണ്ട ശർക്കര ഞാനിത് പൊട്ടിച്ചാണ് ഇതിനകത്തേക്ക് ഇടുന്നത്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. തീ കത്തിച്ച് നല്ല അതൊന്ന് ഇതൊന്ന് ഉരുക്കിയെടുക്കണം. അത് ഒരു നൂൽ പരുവൊന്നും ആവണ്ട. അത് ആ ശർക്കര ജസ്റ്റ് ഒന്ന് ഉരുകിയാൽ മതി കേട്ടോ. തിളച്ച് കഴിയുമ്പോൾ തന്നെ നല്ലപോലെ ഉരുകുന്നു. നല്ലപോലെ ഇത് ഉരുകിയിട്ടുണ്ട്. ഇത് നമുക്ക് അരിച്ചെടുക്കണം. ഇതിനകത്ത് വല്ല കല്ല് മണലോ എന്തെങ്കിലും ഉണ്ടായിരിക്കും. ശർക്കര ഉണ്ടയായിരുന്നല്ലോ. നമ്മൾ ശർക്കര പൊടിയായിട്ട് മേടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ശർക്കരയ്ക്കകത്ത് കല്ലില്ലാത്തത് കിട്ടും. ഇതിനകത്ത് കല്ലും പൊടിയൊക്കെ കാണും. നമുക്കത് അരിച്ചെടുക്കാം. ഒരു കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് 1 വിസിലങ്ങ് അടുപ്പിച്ചെടുക്കാം. എന്നാൽ എളുപ്പമുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഈ ശർക്കരപ്പാനി ഇതിലേക്ക് നമ്മുടെ ഇരുമ്പമ്പുളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടെ ചേർക്കാം. മധുരം ബാലൻസ് ആവാം. അടുപ്പത്ത് വെച്ച് 1 വിസിലടിച്ചാൽ മതി. വെച്ചാൽ വേഗം സാധനത്തിന് നമ്മുടെ പൊടി നമ്മൾ വറുത്ത് വെച്ചേക്കുന്നതൊക്കെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം.
ഇത് നല്ല ഇത്രയും വെള്ളവും കൊണ്ട് അത് ഈ ഇരുമ്പമ്പുളിയുടെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പറ്റിച്ചെടുക്കണം. അതൊരു പാനിലേക്ക് മാറ്റി പറ്റിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഈ പാനിലേക്ക് ഒഴിച്ചു. ഇത് നമുക്കിത് പറ്റിച്ചെടുക്കണം കുറുക്കി. ആ ഇരുമ്പമ്പുളിയുടെ വെള്ളം മുഴുവൻ ഇതിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അങ്ങനെ ചേർത്തേക്കാം. ഒരു സ്പൂൺ മുളക് പൊടി, 1-1.5 സ്പൂൺ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന പൊടിയില്ലേ, അത് ജീരകവും ഉലുവയും കടുകും അതും കൂടെ അങ്ങ് ചേർത്തേക്കുക. ഇട്ട് ഇതിൽ തിളച്ച് നല്ലപോലെ കുറുകണം. അതിപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ ചേർക്കുവാണെങ്കിൽ തിളയ്ക്കുമ്പോൾ ഇതിൻ്റെ എല്ലായിടത്തേക്കും ഒരേപോലെ പിടിച്ചോളും. ഉലുവ ഇട്ടേക്കണോണ്ട് കുറച്ചും കൂടെ വേഗത്തിൽ വെള്ളം കുറുകി വരും. ഈ ഉലുവ ചേർക്കുമ്പോഴാണ് വേഗം കുറുകും. ഇനി നല്ല പോലെ തിളക്കട്ടെ, തിളച്ച് കുറുകട്ടെ. ഒരുപാടങ്ങ് പറ്റിച്ച് കളയരുത്. പറ്റിച്ച് കളഞ്ഞാൽ എന്നാണെന്നറിയുമോ, ശർക്കര ആയതുകൊണ്ട് ചിലപ്പോൾ ഒത്തിരി ഒട്ടിപ്പിടിച്ച പോലെയായിരിക്കും. നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഇരുമ്പമ്പുളി ഉണ്ടെങ്കിൽ ഇനി ആരും കളയാതെ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല. അതുപോലത്തെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. നല്ല കുറുകുറാന്നിരുന്ന് തൊട്ടിങ്ങ് കൂട്ടാൻ പറ്റുന്ന ഒരു അച്ചാറെന്നോ എന്ത് വേണമെങ്കിലും അതിന് പേര് പറയും. മധുരമുള്ള എന്താണെന്ന് വെച്ചാൽ അതിനൊരു പേര്. ഒക്കെ തീ കെടുത്തി വയ്ക്കാം. ഈ ചൂടാറിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടാലേ തന്നെ വായിൽ വെള്ളം മൂറും. ഇരുമ്പമ്പുളിയൊന്നും ആരും കളയരുത്, ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ.